ഈ പട്ടണത്തിൽ ജീവൻ കടന്നു വരും. യേശു ഭൂമിയിൽ വന്നത് ജീവൻ നൽകാനാ വന്നത്. യേശു ഒന്നിനെയും ശവടക്കുവാനല്ലെന്നേ വന്നത്. യേശു ഒന്നിനെയും കൊന്നുകളയുവാനും അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയില് അമ്മയ്ക്ക് ആ നന്മയെ, ആ മകനെ ജീവനോടെ മടക്കി കൊടുത്തതുപോലെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ചില കുടുംബങ്ങളിലകത്ത് ചിലത് ജീവനായി പുറത്തു വരും, ജീവനായി പുറത്തു വരും, ശക്തിയായി പുറത്തു വരും, സൗഖ്യമായി പുറത്തു വരും, സമാധാനമായി പുറത്തു വരും, ശാന്തിയായി പുറത്തു വരും. നിനക്ക് സ്വസ്ഥതയെ കെടുത്തുന്ന അസമാധാനത്തെ മാറ്റിയിട്ട് നിനക്ക് സ്വസ്ഥത ദൈവം തരും. യേശുവിന്റെ തിരുവെഴുത്തിൽ പ്രകാരം പറയുന്നു, ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോയിരിക്കുന്നു എന്ന. ദേശമേ, ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൽ അസമാധാനം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൽ നിലവിളിയുടെയും കൊലവിളിയുടെയും നടുവിൽ ലോകം ഞെടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എന്റെ യേശുവിലേക്ക് കടന്നു വരുന്ന ദൈവ പൈതലുണ്ടല്ലോ, ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ നാഥൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ യേശുവിന് വേണ്ടി നീ ഒന്ന് നിന്റെ ഹൃദയം മാത്രം ഒന്ന് സമർപ്പിച്ചാൽ മതി. നിനക്ക് വേണ്ടി പ്രാണനെ മറുവിലയായി തന്ന എന്റെ യേശുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്ക, വായ് കൊണ്ട് ഏറ്റുപറ. എന്നാൽ നിന്റെ ജീവിതത്തിലോ ഈ രാത്രിയിലോ സമാധാനം കടന്നു വരൂ, രക്ഷ കടന്നു വരൂ. രക്ഷ കടന്നു വന്നാൽ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. ആമേൻ. ജീസസ്. രക്ഷ എന്ന് പറയുന്നത് എന്താ? ശിക്ഷയിൽ നിന്നുള്ള വിടുതല. ആമേൻ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആ നരകത്തിൽ പോയിട്ട് നരകവാസം നീ അനുഭവിക്കുന്നതിന് മുൻപായി ഒരു രക്ഷയുണ്ട്. ആമേൻ. ഒരു നിത്യതയുണ്ട്, ഒരു നിത്യ ജീവനുണ്ട്, ഒരു വാസസ്ഥലമുണ്ട്. ആമേൻ. ജീസസ്. എന്റെ യേശു കർത്താവ് വീണ്ടും വരും. നമ്മെ ചേർപ്പാൻ യേശു വീണ്ടും വരും. അമ്മയുടെ നന്മയെ മടക്കി കൊടുത്തതുപോലെ തന്നെയുമല്ല, ഇന്ന് രാത്രിയില് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ചില രോഗസൗഖ്യങ്ങളെ യേശു നൽകാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ മീറ്റിംഗില് അഭിഷേകത്തിന്റെ ചർച്ചിൽ വന്നപ്പോൾ രാത്രിയില് ദൈവം തന്നതായ ചെറിയ ചില ആലോചനകൾ അവിടെ കൈമാറി. ആമേൻ. ആയതുപോലെ ഇന്ന് രാത്രിയില് ഇവിടെ ഇരിക്കുന്നതിലോ ചില രോഗികളെ യേശു സൗഖ്യമാക്കും. യേശു സൗഖ്യമാക്കുന്നത് തന്റെ വചനം അയച്ച് വിടുവിക്കും. തന്റെ അടിപ്പിണരുകൾ യേശു സൗഖ്യം തരും. ആമേൻ. ജീസസ്. തന്നെയുമല്ല, ചില തളർ രോഗികളെ യേശു വിടുവിക്കുമെന്ന് പറയുക. തളർ രോഗികളെ യേശു സൗഖ്യമാക്കുമെന്ന് പറയുക. ആരാ തളർന്നിരിക്കുന്നത്? ആരാ ക്ഷീണിച്ചിരിക്കുന്നത്? ആരാ ഇനി എഴുന്നേൽക്കില്ലെന്ന് പറയുന്നത്? ദുർമന്ത്രവാദങ്ങൾ. ചില തളർ രോഗികളെ യേശു തൊടുമെന്ന് പറയുന്നു. പക്ഷേ യേശുവിനെ തൊട്ടവരും, യേശു തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതുപോലെ യേശുവിനെ ഒന്ന് തൊടുവാൻ കഴിയുമോ? കഴിയുമോ? 12 വർഷം രക്തസ്രാവം പിടിച്ചതായ ഒരു സഹോദരി, അവളുള്ള വൈദ്യന്മാരിലെല്ലാം ആശ്രയിച്ചിട്ടാവും. സകല നന്മകളും വിറ്റ് അവൾ ചിലവഴിച്ചിട്ടാവും. അവൾക്കൊട്ടും
എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു. തൊട്ടപ്പോൾ യേശുവിങ്കൽ നിന്ന് ഒരു ശക്തി അവളുടെ ശരീരത്തിന്മേൽ, അവളുടെ മൺകൂടാരത്തിന്മേൽ അവളത് അനുഭവിച്ചറിഞ്ഞു. അതുവരെ അവളെ ഭരിച്ചുകൊണ്ടിരുന്ന, അവളെ തളർത്തിക്കൊണ്ടിരുന്ന, അവളെ കണ്ണുനീരിലാക്കിക്കൊണ്ടിരുന്ന, അവളെ ദുഃഖത്തിലാക്കിക്കൊണ്ടിരുന്ന, അവളെ ഇരുട്ടറയിലാക്കിക്കൊണ്ടിരുന്ന, അവളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ദുരാത്മാവ് അവളിൽ നിന്ന് അഴിഞ്ഞു. യേശു ചോദിച്ചു. അവൾ ചെന്ന് ഒതുങ്ങി പതുങ്ങി പേടിച്ചിരിക്കുകയാ. യേശു ചോദിച്ചു. യേശു അത് അനുഭവിച്ചറിഞ്ഞു. യേശുവിങ്കിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടത് യേശു അത് അനുഭവിച്ചറിഞ്ഞു. ആ യേശു ചോദിച്ചു, എന്നെ തൊട്ടത്, എന്നെ തൊട്ടത്. പുരുഷാരം പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും തിക്കിത്തിരിക്ക് വരെയില്ലേ, ഞങ്ങൾ തൊട്ടതെന്ന് തോന്നിയായിരിക്കാമെന്ന്. പക്ഷേ യേശു അവിടെ നിന്നു. ഈ ഭവനത്തിലെ വ്യക്തി ജീവിതമേ, ആമേ, യേശു ഇവിടെ നിൽപ്പുണ്ട്. യേശു ഇവിടെ നിൽപ്പുണ്ട്. ഈ പട്ടണത്തിലെ വ്യക്തി ജീവിതമേ, യേശു ഇവിടെ നിൽപ്പുണ്ട്. ആമേൻ. യേശു നിന്നിട്ട് പറഞ്ഞു, ഇല്ല, എന്നെ ആരോ തൊട്ടു, എന്നെ ആരോ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നെ ആരോ തൊട്ടു. അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് യേശുവിന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞത് അവളാണ് യേശുവിനെ തൊട്ടതെന്ന്. 12 വർഷം ചികിത്സിച്ചിട്ട് അവളുടെ വസ്തുവകകളെല്ലാം ചിലവഴിച്ചിട്ട് അവൾക്ക് ഭേദം വരാതിരുന്ന വിഷയത്തെ യേശു തൊട്ടു. യേശുവിന്റെ ശക്തിയാൽ അവൾ വിടുവിക്കപ്പെട്ടു. അതുവരെ അവളെ ഭരിച്ചിരുന്ന ദുരാത്മാ മണ്ഡലം അഴിഞ്ഞു. അവൾക്ക് സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവളെ നന്മയെ ചേർത്തിക്കൊണ്ടിരുന്ന അവ ബാധ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോയി. ഇന്ന് രാത്രിയിലെ ബാധ ഒഴിഞ്ഞു പോകുവാൻ സ്വർഗീയ രാജാതി രാജാവ് ഇന്ന് രാത്രിയിൽ ഈ കുടുംബത്തിലുള്ളവരോട് ദൈവാത്മാവ് ഇടപെടുകയാ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തികളോട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. ജീസസ് ഈ പട്ടണത്തോട് യേശു ഇടപെടുകയാ. ആമേൻ. വൈദ്യശാസ്ത്രത്തിന് ചെയ്യുവാൻ കഴിയാത്തത് എന്റെ യേശുവിന് ചെയ്യുവാൻ കഴിയുമെന്ന്. ആമേൻ. വൈദ്യശാസ്ത്രത്തിന് ചെയ്യുവാൻ കഴിയാത്തത് എന്റെ യേശുവിന് ചെയ്യുവാൻ കഴിയുമെന്ന്. ജീസസ്. അനവധി 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 സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ആമേൻ. ഇപ്രകാരം ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഈ ശബ്ദപരിധിക്കായിരിക്കുന്ന അനേക രോഗികൾ സൗഖ്യമായത്, അനേക പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറിയത്, അനേക മാനസാന്തരം നടന്നത്, അനേകർ കൂട്ടമായി രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നത് എനിക്ക് പറയുവാനുണ്ടെന്നേ. അനേക ആത്മഹത്യകൾ വഴിമാറിയത് എനിക്ക് പറയുവാനുണ്ടെന്നേ. അങ്ങനെയാണ് എങ്കിൽ ഈ പട്ടണം ഇന്ന് വിടുവിക്കപ്പെടുകയില്ലയോ? ഇവിടെ കടന്നു വന്നവർ ഇന്ന് വിടുവിക്കപ്പെടുകയില്ലയോ? ഈ ഭവനം ഇന്ന് വിടുവിക്കപ്പെടുകയില്ലയോ? പക്ഷേ ഒറ്റ കാര്യം, യേശുവിനെ ഒന്ന് തൊട്, വിശ്വാസത്തോടെ ഒന്ന് തൊട്. അമ്മേ, വിശ്വാസ കണ്ണാലൊന്ന് കാണാ വിടുതല്. നിന്നിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നത് നീ വിശ്വാസ കണ്ണാലൊന്ന് കാണാൻ. ആ വചനത്തിലൊന്ന് ആശ്രയിക്ക. ആ വചനത്തിന്റെ മുൻപിലൊന്ന് വിറച്ചുകൊണ്ടൊന്ന് വീഴ്. കർത്താവേ, എന്നെ വിടുവിക്കണമേ എന്ന് ആ സഹോദരി, 2 സഹോദരിമാരുടെ ആഗ്രഹം പോലെ, ആ രക്തസ്രാവ സഹോദരിയെ പോലെ, ആ നയ്യൻ പട്ടണത്തിലെ വിധവയെ പോലെ
ഒന്ന് കടന്ന് ചെല്ല് സഹോദരങ്ങളെ, സഹോദരങ്ങളെ ഒന്ന് കടന്ന് ചെല്ല്. എന്റെ യേശുപ്പയ്ക്ക് കൈക്കൂലി വാങ്ങി പ്രവർത്തിക്കുന്ന ദൈവമല്ലെന്നേ, മുഖപക്ഷം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ലെന്നേ, മുഖസ്ഥിതി നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ലെന്നേ. ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥനൻ, മനസ്സ് തകർന്നവരെ യേശു രക്ഷിക്കുന്നു. എന്റെ യേശുപ്പയ്ക്ക് നിന്റെ കൈക്കൂലി വേണ്ടെന്നേ. എന്റെ യേശുപ്പ ആമേൻ പോക്കറ്റ് മണി വാങ്ങുന്ന ദൈവം. ആമേൻ. എന്റെ കുഞ്ഞുനാളിലുണ്ടല്ലോ, എന്റെ കുഞ്ഞുനാളിലെ അമ്മ ആര് എന്ന് കേട്ടപ്പോൾ അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മക്കളെ അമ്മയുടെ സ്നേഹത്താൽ ലാളിക്കുമ്പോൾ ഞങ്ങൾ 6 സഹോദരങ്ങള്, ഞങ്ങളെ 6 എണ്ണത്തെ ലാളിക്കുവാൻ ആരുമില്ല. ഒരച്ഛനില്ല, ഒരമ്മയില്ല, ആരുമില്ല. പക്ഷെ ഞങ്ങളെ കാണുവാൻ നാട്ടുകാർ കടന്നു വരുമെന്ന് കുഞ്ഞമ്മമാർ പറയുവാനിടയായി. പക്ഷെ നാട്ടുകാർ കടന്നു വന്നിട്ട് നാട്ടുകാർ പറയുമെന്ന്, അയ്യോ സ്വർണ്ണമ്മയുടെ മക്കള് ഇതാ തള്ള കോഴി അടവച്ചിട്ട് തള്ളക്കോഴി ചത്തുപോയി. പക്ഷെ 6 കുഞ്ഞുങ്ങളും ചത്തുപോകും, ഇതിൽ ഒന്നും രക്ഷപ്പെടില്ലെന്ന്. പക്ഷേ നാട്ടുകാരുടെ വിധികളെ, ലോകത്തിന്റെ വിധികളെ എന്റെ സ്വർഗീയ രാജാവ് തിരുത്തി എഴുതിക്കൊണ്ട് ഞങ്ങൾ 6 എണ്ണത്തെ യേശു കർത്താവ് ജീവനുള്ളവരുടെ വേഷത്ത്, ജീവനുള്ള ദേഹിയായി ഞങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാനിടയായി. ആമേൻ ജീസസ്. പ്രിയ ദേശമേ, പ്രിയ വ്യക്തി ജീവിതമേ, നിങ്ങളെ കുടുംബത്തെ നോക്കി, നിങ്ങളെ വ്യക്തി ജീവിതങ്ങളെ നോക്കി ലോകം എഴുതുന്ന വിധികളെ ഈ രാത്രിയിലോ എന്റെ രാജാവ് ചില കുടുംബങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതിക്കൊണ്ട് എന്റെ ദൈവം നിങ്ങളെ പുറത്തെടുക്കുമെന്ന്, എന്റെ ദൈവം നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് എന്റെ യേശുക്കർത്താവ് വാഗ്ദാനം ചെയ്യുകയോ. ആരാ നിന്റെ കുടുംബത്തെ നോക്കി വിധി എഴുതിയത്? എന്റെ തലമുറ ചത്തുപോകുമെന്ന്, നിന്റെ കുടുംബനാഥൻ ഇല്ലായ്മയായി പോകുമെന്ന്, നിന്റെ നന്മ നഷ്ടപ്പെടുമെന്ന് ഏത് വ്യക്തിയോ വിധി എഴുതിയത്? ആമേൻ. ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതിയതാണ്. അതിലൊന്നാ ഞാൻ. ആമേൻ, 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 ആമേൻ. എന്നാൽ ഞങ്ങൾ 6 എണ്ണമുണ്ടല്ലോ, ഒരു തെരുവു നായികളെ പോലെ, ഞങ്ങൾ 6 എണ്ണം ഒരു പട്ടിക്കുട്ടികളെ പോലെ, തെരുവു നായികളെ പോലെ, ഒരു വസ്ത്രത്തിന് വേണ്ടി, അല്പാഹാരത്തിന് വേണ്ടി, ആമേൻ ജീസസ്, ഞങ്ങളിങ്ങനെ ഓടി നടക്കുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല. ഞങ്ങളെ ചേർത്ത് പിടിപ്പാൻ ആരുമില്ല. ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഇറങ്ങിയിട്ട് ഓരോ നല്ല പെയിന്റ് അടിച്ച വീട് കാണുമ്പോൾ ഞങ്ങള് സഹോദരങ്ങളുമായിട്ട് ഈരണ്ട് വീതം പോവും. ആമേൻ. പെയിന്റ് അടിച്ച വീട് കാണുമ്പോൾ ഞങ്ങൾ അല്പം വെള്ളം കുടിക്കാൻ തരുമോ എന്ന് വെളിയിൽ നിന്നിട്ട് ചോദിക്കും. പക്ഷേ വെള്ളം ദാഹിച്ചിട്ടല്ല ചോദിക്കുന്നത്, അതിനടിയിൽ എന്തെങ്കിലും കിടക്കുന്നെങ്കിൽ എടുത്ത് കഴിക്കാമെന്ന്. അപ്പൊ ഈ പെയിന്റ് അടിച്ച വീടുകളിലുണ്ടല്ലോ, അവർ വെറും വെള്ളം തരും. ഞങ്ങൾ അടിയിൽ കൈയിട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് അല്പം അവരെ നമുക്ക് വെച്ച് കുടിച്ചിട്ട് ഒരു പെയിന്റ് അടിക്കാത്ത വീടുകളിൽ ചെന്ന് വെള്ളം ചോദിക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും അല്പം ചോറെങ്കിലും ഇട്ടിരിക്കും. അത് ഞങ്ങൾ വാരി തിന്നിട്ട് പിന്നെയും അടുത്ത വീടുകളിൽ പോകും. ഒരു ദിവസം എത്ര മൈലാണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഉടുക്കുവാൻ തുണിയില്ല. ആരെങ്കിലും ഉടുത്തിട്ട് കീറുന്നതായ ഒരു ബ്ലൗസ്, ഒരു പാവാടയൊക്കെ അവർക്ക് തുന്നി കെട്ടിത്തരും. പക്ഷെ അടുത്ത് നനയ്ക്കുവാനും മാറി ഉടുക്കുവാനും ഒന്നുമേ ഇല്ല. പക്ഷെ ആരെങ്കിലും നമ്മളെ വീട്ടിൽ കയറ്റുമോ? കയറ്റത്തില്ല. പക്ഷെ അങ്ങനെ നടന്ന് പക്ഷേ ഒരു വീട്ടിൽ നിന്ന്, ചില വീടുകളിൽ നിന്ന് കുഞ്ഞരിവെട്ടിയില അല്പം ചോറും അതിന്റെ ഒരറ്റത്ത് അല്പം കറി എന്തെങ്കിലും തരും. പക്ഷെ ഞങ്ങളുണ്ടല്ലോ,
ഞങ്ങളെ ആൾക്കാർ കാണാതെ, ഞങ്ങൾ നിൽക്കുന്ന വീട്ടുകാർ കാണാതെ ഞങ്ങൾ ബാത്റൂമിനകത്ത് കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് അതിൽ അടച്ചു വെക്കുവാൻ പോലും പാത്രമില്ല. ആ ബാത്റൂമിനകത്ത് ഒരു മൂലയിൽ കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് ഞാനും എന്റെ സഹോദരങ്ങളുമായിട്ട് അൽപ്പച്ച കഴിക്കും. പക്ഷേ ആ ബാത്റൂമിന്റെ സ്മെല്ലടിച്ചിട്ട് പോലും ഞങ്ങൾക്കൊരു ഈ കൊറോണ വന്നിട്ട് പോലും ഒരു കൊറോണയുടെ അസുഖം പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കൊറോണയും 6 എണ്ണത്തിനും വന്നില്ലെന്നേ. ഞാൻ കൊറോണ വന്ന വീടുകളിലൊക്കെ പോയി എല്ലാവർക്കും കാര്യാദികളൊക്കെ ചെയ്തു കൊടുത്തു. ഹൈന്ദവരായിരിക്കുന്നവർ പറഞ്ഞു, ഇവളോട് സംസാരിക്കരുത്, ഇവളുടെ അടുക്കൽ പോകരുത്, ഇവള് അവർക്കൊക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അവരെയൊക്കെ ഒന്നൊന്ന് ആംബുലൻസ് വന്ന് കൊണ്ടുപോകുമ്പോഴേ ഞാൻ അടുത്തുള്ള ദൈവദാസന്മാരെ ഫോൺ ചെയ്തിട്ട് ഞാൻ കരയും, അയ്യോ അവർക്കൊന്നും സംഭവിക്കരുതേ, അവർ ഇനിയും എന്റെ കൂടെ വരണമേ എന്ന്. പക്ഷെ അവരൊന്നും ചത്തുപോയില്ല, എനിക്ക് കൊറോണ വന്നേയില്ല. എന്റെ അപ്പന്റെ കരത്തിലാണ് ഞാൻ നിന്നത്, അതുകൊണ്ട് എന്റെ അപ്പൻ എനിക്ക് കൊറോണ വരുത്തിയില്ല. തന്നെയുമല്ല, വസ്ത്രമിടുവാനില്ലാതിരിക്കുമ്പോഴേ എനിക്കൊരു പ്രായമായപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. പക്ഷേ 1 വയസ്സായ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ തലമുടി വലിച്ചിറക്കില്ലേ, അതേപോലെ എന്റെ തല മൊത്തം ക്ലീൻ ചെയ്തിട്ട് വീട്ടിൽ ആൾക്കാർ വരും, സ്ത്രീകൾ വന്ന് തലമുടി മൊത്തം വലിച്ചിറക്കി കൊണ്ടുപോയിട്ട് അങ്ങനെ 2ാമത്തെ സ്റ്റെപ്പും തലമുടി വളർന്നു വരുമ്പോൾ അതിനെ വലിച്ചിറക്കി കൊണ്ടുപോയിട്ട് അവർ പിന്നെ തിരിപ്പിണം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വിറ്റ് ചില ചെറിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടിട്ട തലമുടി വെട്ടി വിറ്റ് ചില ചെറിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വെളിയിലിറങ്ങി സഞ്ചരിച്ചത്. പ്രിയ ദൈവ പൈതലേ, അങ്ങനെ ഇരിക്കുമ്പോഴാ കാഞ്ഞിരംകുളം സഭയ്ക്കകത്ത് ആദ്യമായി എന്റെ യേശു അപ്പച്ചൻ അവിടെ കൊണ്ട് കയറ്റിയത്. ആരാണ് എന്നെ കൊണ്ട് കയറ്റിയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു പടിവാതിൽക്കൽ ഒരു മനുഷ്യന്റെ മുഖം നോക്കുവാൻ അറിയത്തില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ അറിയത്തില്ല, ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് പോലും പറഞ്ഞു തരുവാൻ ആരുമില്ല. എന്ന് വെച്ചാൽ അച്ഛൻ പനയോല ഇലക്കില് ജാതകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ 6 പേരുടെ ജാതകവും അത് ചിതലെടുത്തു പോയെന്ന്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഞങ്ങളെ പഠിപ്പിക്കുവാനോ ഒരു വസ്ത്രം തരുവാനോ ഒരു ഭക്ഷണം തരുവാനോ ആരുമില്ലാതിരിക്കുമ്പോൾ ഈ കാഞ്ഞിരംകുളം സഭയ്ക്കകത്ത് ആദ്യമായി എന്റെ യേശു അപ്പൻ എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ ആ പടിവാതിൽക്കൽ മാത്രം സൈഡ് റൂമിൽ കൂടെ കയറും, സൈഡ് വാതിൽ കൂടെ കയറിയിട്ട് അവിടെ ഇരുന്ന് കരച്ചിൽ മാത്രം. ഒരു മനുഷ്യന്റെ വർത്തമാനം പറയുവാൻ അറിയത്തില്ല. കരഞ്ഞ് എത്ര വർഷം കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കരഞ്ഞിരിക്കുമ്പോഴുണ്ടല്ലോ, ഒരു വെള്ളിയാഴ്ചയായപ്പോൾ എന്റെ യേശു കർത്താവ് കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന എന്റെ യേശു കർത്താവ് എന്റെ അടുക്കൽ വന്നു. ഞാൻ യേശുവിനെ കണ്ടൊന്നുമില്ലേ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കല്ലേ. എന്റെ അടുക്കൽ വന്നെന്ന് പറഞ്ഞതേ, ആരും എനിക്ക് ദൂത് പറയാതെ, ആരും എന്റെ തലയെ കുലുക്കാതെ, ആരും എന്റെ അടുക്കൽ വരാതെ എന്റെ ശിരസിലെ അഭിഷേകം വീണു. ഞാൻ ആത്മാവിൽ നിറഞ്ഞു. എന്തോ സാധനം കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആമേൻ. ആദ്യമായിട്ട് ആ വെള്ളിയാഴ്ച ദിവസം പുൽപ്പറ്റിലുണ്ടായിരുന്ന ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നു, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിയെ കൂടെ യേശു കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. ആ അഭിഷേകമാണ് ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. അനവധി കടൽ ശോധനകള് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനകത്ത് ഇറങ്ങി സഞ്ചരിക്കുമ്പോഴേ അതറിയാവൂ, ക്രിസ്തീയ ജീവിതം
ഒരു പോർക്കളം. ആമേ, ക്രിസ്തീയ ജീവിതം. പത്രോസ് കടലിൽ ഇറങ്ങി ചാടിയില്ലേ, ആയതുപോലെ കടൽ ശോധനകള്. ആ കടൽ ശോധനകളില് കർത്താവ് പത്രോസിനെ കൈ നീട്ടി പിടിച്ചെടുത്തതുപോലെ പലപ്പോഴും യേശു കർത്താവ് എന്റെ കൈക്ക് പിടിച്ച് പുറത്തെടുത്തു. അതുകൊണ്ട് ഞാൻ മുങ്ങിപ്പോയില്ല, ഞാൻ ഒഴുക്കൽപ്പെട്ടു പോയില്ല, ഞാൻ മരണപ്പെട്ടു പോയില്ല. ആമേൻ ജീസസ്. അതിനുശേഷമായിട്ട് ആമേൻ, എനിക്കൊരു വസ്ത്രം വാങ്ങി തരുവാൻ ആരുമില്ല. എന്റെ ഒരു കൊതിയായിരുന്നു, എല്ലാവരും വെള്ള വസ്ത്രം എടുക്കുമ്പോൾ എനിക്കൊരു വെള്ള വസ്ത്രം എടുക്കണം. ആ ഏജി പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരു ആന്റിയോട് കേട്ടു, എനിക്കൊരു തുണി തരുമോ, ഞാൻ സ്നാനപ്പെട്ടിട്ട് കൊണ്ടുതരാം. പക്ഷേ ആന്റി തന്നു, പക്ഷേ സ്നാനപ്പെട്ടിട്ട് കൊണ്ടുകൊടുത്തു. പക്ഷേ എന്റെ വിശ്വാസികളുണ്ടല്ലോ, അമ്മച്ചിയോട് ചെന്ന് പറഞ്ഞു, അമ്മച്ചി മുറുക്കാൻ ഇടിച്ച് തിന്നുന്ന ആളായിരുന്നു, പള്ളിയിൽ പോണെങ്കിലും. പക്ഷേ നിങ്ങൾ ചെറുമകൾ സ്നാനപ്പെടുന്നു, സുഭാഷിണി സ്നാനപ്പെടുന്നു, നിങ്ങൾ സ്നാനപ്പെടുന്നില്ലയോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, സുഭാഷിണി സ്നാനപ്പെടുന്നു എങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നു. ഞാൻ സ്നാനപ്പെട്ട ആറ്റിൽ നിന്ന് കയറി വരുമ്പോൾ എന്റെ അമ്മച്ചി എന്റെ പിന്നാലെ സ്നാനപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം സ്നാനപ്പെട്ടു. എന്റെ അമ്മച്ചി എന്റെ അപ്പന്റെ അടുക്കൽ പോയിരിക്കുക. തന്നെയുമല്ല, അതിനുശേഷമായിട്ട് അനവധി ദൈവദാസന്മാർ എന്നോട് പറയുന്നു, ഒരക്ഷരം അറിഞ്ഞുകൂടാത്ത ഒരു ആൾക്കാരോട് മുഖത്ത് നോക്കാത്ത എന്നോട് പറയുന്നു, നിന്നെ ഒരു ഉത്തമ സാക്ഷിയായി, നിന്നെ ഒരു ദൈവത്തിന്റെ ഒരു പുസ്തകമായി, ഒരു ചരിത്ര പുസ്തകമായി നിന്നെ ദൈവം പുറത്തെടുക്കുമെന്ന്. ഞാൻ അവരെയൊക്കെ മുഖത്ത് പോലും നോക്കാതെ, ഞാൻ കേൾക്കാത്തത് പോലെ ഇറങ്ങിപ്പോകും. പക്ഷേ ഉണ്ടല്ലോ, അവസാനമായി ഒരു 7 മടങ്ങ് തീച്ചുള, 7 മടങ്ങ് തീച്ചുളയെ കുറിച്ച് പറയണമെങ്കിൽ എത്ര വർഷം പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ ഒരു കണ്ണി പൊട്ടിച്ചാൽ ഇന്നും നാളെ പറഞ്ഞാൽ തീരത്തില്ല. ആമേൻ. 1 മടങ്ങ് തീച്ചുളയുടെ ഒരു കണ്ണി പൊട്ടിച്ചാൽ അത് പറഞ്ഞാൽ തീരത്തില്ലെന്ന്. 7 മടങ്ങ് തീച്ചുള. ആമേൻ. അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എന്റെ ബാക്കി സഹോദരങ്ങളെയൊക്കെയും ചിലതിനെ മെഡിക്കൽ കോളേജിനകത്ത് വെച്ച എന്റെ ദൈവം അടിച്ച് തള്ളിയിട്ട് ഈ ആത്മമണ്ഡലത്തിലേക്ക്. ഞാനിതെല്ലാം ആരും പറഞ്ഞില്ല, നീ ഇതെല്ലാം ഊരി മാറ്റ്. ഞാൻ പൊട്ടിടുമായിരുന്നു, കൂട്ടാൻസിടുമായിരുന്നു, അവൻ ചന്തക്കകത്ത് കിടന്ന തൂക്കൊക്കെ വാരിയിടുമായിരുന്നു, എല്ലാ മോഡലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം ഈ ദൈവാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഒരാരാധന കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അടുക്കൽ പോയി പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനം വേണം. പാസ്റ്റർ പറഞ്ഞു, സുഭാഷിണി ഇപ്പോൾ നീ സ്നാനപ്പെടേണ്ട. എന്ത് പാസ്റ്ററെ, അത് നിനക്ക് എങ്ങനെയുള്ള വിവാഹാലോചനയാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നീ ഇപ്പോൾ സ്നാനപ്പെടേണ്ട. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വിവാഹം കഴിച്ച് ധനവാനെ പോലെ ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ട് നിത്യ നരകത്തിൽ പോയി യാതൊരു സ്ഥലത്ത് കിടന്ന് അയ്യം വിളിക്കാനല്ല പാസ്റ്ററെ എനിക്ക് സ്നാനോ. മധ്യാകാശത്തിങ്കൾ മണിപ്പന്തലിൽ തന്റെ മണവാട്ടി സഭയെ ചേർപ്പോൾ എന്റെ യേശു വീണ്ടും വരും. എന്റെ യേശു വീണ്ടും വരുമ്പോൾ എന്റെ പ്രിയന്റെ ഭവനത്തിൽ എനിക്ക് പോകണോ. ഞാൻ വിളിക്കും കൂട്ടത്ത് എന്റെ പേരും കാണണോ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാനോ, എനിക്ക് സ്നാനം തരണമെന്ന് പറയുവാനിടയായി. ആ പാസ്റ്റർ എനിക്ക് സ്നാനം തന്നു. പ്രിയ ദൈവ പൈതലേ, എന്റെ യേശു ഇന്നയോളം എന്നെ നിർത്തി, ഇന്നയോളം എന്നെ നടത്തി. പ്രശ്നങ്ങൾ വരാത്തത് കൊണ്ടല്ലേ, പ്രതിസന്ധികൾ വരാത്തത് കൊണ്ടല്ലേ. ഈ അഭിഷേകത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു തരാം, 1 വർഷമായ പ്രതിസന്ധി എന്തായിരുന്നു എന്ന്. എനിക്കതൊന്നും ഇവിടെ പറഞ്ഞ് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ റമന സന്ദലെ, എന്റെ ബാക്കി സഹോദരങ്ങളെ, ആമേൻ. ഈ ആവരണം ഒന്നും ഇടാത്തത് കൊണ്ടുണ്ടല്ലോ, ഈ വേഷ
പുറത്തല്ലില്ല കേട്ടോ. ആമേൻ ജീസസ്, ആമേൻ ജീസസ്. ബാക്കി സഹോദരങ്ങളെ, എന്റെ യേശു കർത്താവുണ്ടല്ലോ ഒന്നായി മർമ്മം നോക്കി തൊട്ടു. എന്റെ യേശു പപ്പയോട് നിങ്ങളാരും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, എവിടെ തൊടണം എവിടെ പിടിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട. കരഞ്ഞാൽ മാത്രം മതിയല്ലേ. നിന്റെ കരച്ചിന് മറുപടി വരുമെന്ന്. ഒന്നാം മർമ്മം നോക്കി തൊട്ടു. ആമേൻ ജീസസ്. എന്റെ അച്ഛനെ ഒന്ന് കാണുവാൻ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ 6 കല്യാണം നടന്നു. 6 2 മക്കളായി. ഞങ്ങൾ അങ്ങനെ കുടുംബസ്ഥരായി ജീവിക്കുമ്പോഴുണ്ടല്ലോ എന്റെ അച്ഛൻ അവസാനമായി ഞങ്ങളെ അടുക്കൽ വന്നു, എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്നത് പേയാട് പള്ളിമുക്ക് ആ AG സഭയില എന്റെ അച്ഛനും ഞാനും പിന്നെ ഒരുമിച്ച് പോയത്. എന്റെ വീട്ടിൽ വന്നിട്ട് അച്ഛന് ബ്ലഡ് ക്യാൻസറില് ദൈവം പിടിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞത്. മർമ്മം നോക്കി യേശു തൊട്ടു. അച്ഛന് ബ്ലഡ് ക്യാൻസറിൽ പിടിക്കപ്പെട്ടോ. ശ്വാസം മുകളിലും പോവില്ല, താഴോട്ട് പോവില്ല. രാത്രി ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ജനലിന്റെ ക്ലാസ്സിൽ തൂങ്ങി നിന്നിട്ട് കണ്ണിങ്ങനെ തള്ളും. പക്ഷേ എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ, അപ്പോഴാ മക്കളെന്ന് വിളിക്കുന്നത്. കൊച്ചിലെ നമ്മളെ മക്കളെ എന്ന് വിളിക്കുവാൻ ആരുമില്ലായിരുന്നു. മക്കളെ, ഞാൻ ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. എനിക്കിനി ജീവിക്കാൻ കഴിയത്തില്ല. അച്ഛൻ നടന്നു പോകുന്നിടത്ത് എല്ലാവരും ബ്ലഡ് ഒഴുകിക്കൊണ്ട് നിൽക്കുകയാ. പക്ഷേ ഞാൻ പറഞ്ഞ, അച്ഛാ, ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തുവാകയാൽ ഞാൻ സേവിക്കുന്ന എന്റെ യേശുവിനെ നിങ്ങൾ സേവിച്ചാൽ നിങ്ങളെ യേശു വിട്ടുവിക്കുമെന്ന് പറയുവാനിടയായി. ഞാൻ കടന്നുപോയ സഭയില എന്റെ അച്ഛൻ എന്റെ കൂടെ കടന്നു വന്നിട്ട് അച്ഛനെ ആ പാസ്റ്ററയിൽ കൊണ്ടുകൊടുത്തു. ആ പാസ്റ്ററിലൂടെ രക്ഷിക്കപ്പെടുത്തി, സ്നാനപ്പെടുത്തി, പാസ്റ്റർ കൂടെ കർത്താവിന്റെ വേല ചെയ്തു. അവസാനമായി പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞിട്ട് എന്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അനേക വിശുദ്ധന്മാർ യാത്രയിടാനിടയായി. അതിന് മുമ്പ് അച്ഛൻ ചെയ്തതെന്നറിയണ്ടേ? അച്ഛൻ അമ്പലങ്ങളിൽ പൂജയും കർമ്മവും ചെയ്ത് ജീവിച്ചു. ആമേൻ. പിന്നെ പറഞ്ഞറിഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞറിഞ്ഞതാണ് എന്റെ കുഞ്ഞമ്മമാരൊക്കെ. എന്റെ അപ്പനുണ്ടല്ലോ കാഞ്ഞിരംകുളത്ത്, എന്റെ അമ്മയുടെ അപ്പൻ സ്കൂൾ മാനേജറായിരുന്നു എന്ന്. അമ്മയ്ക്ക് നല്ല 50 പവന്റെ ഒരു പണി അന്ന് കൊടുത്തെന്ന്, 1 ഏക്കർ ഭൂമി കൊടുത്തെന്ന്. പക്ഷെ എന്റെ അച്ഛനുണ്ടല്ലോ 10 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് കാട്ടാക്കടയ്ക്കപ്പുറം കട്ടയ്ക്കോട് കഴിഞ്ഞുള്ള സ്ഥലമായിരുന്നു അച്ഛന്റെ സ്ഥലം. പക്ഷേ എന്റെ അച്ഛൻ എല്ലാം നശിപ്പിച്ച്, അച്ഛൻ ഹൈന്ദവ മാർഗത്തിലായിരുന്നപ്പോൾ മദ്യപിച്ച് മദ്യപിച്ച് മദ്യപിച്ച മദ്യത്തില് ആണ്ടുപോയി. പക്ഷേ അച്ഛൻ എല്ലാം വിറ്റ് നശിപ്പിച്ച എന്റെ അമ്മയെ നശിപ്പിച്ചെന്നാ പറഞ്ഞത്. ഈ ദേശത്തിലോ ദൈവത്തെ അറിയാത്ത ആരുടെയെങ്കിലും ജീവിതമുണ്ടെങ്കിലോ എന്റെ രക്ഷകനെ വന്ന് നീ കാണുവാൻ കഴിയുമെങ്കിലോ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം കടന്നു വരൂ. നീ മദ്യത്തിന്റെ അടിമത്തത്തിലാണ് എങ്കിൽ, ആമേൻ, മദ്യത്തിലൂടെ എന്റെ കുടുംബം തകർന്നു പോയി, എന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ അനാഥരായി. ആമേൻ. എന്റെ കർത്താവ് ആ മദ്യത്തിലൂടെ എന്റെ കുടുംബത്തെ തകർത്തു എങ്കിൽ, പ്രിയദേശമേ, നീ മദ്യപാനിയാണോ? ഇന്ന് രാത്രികാലം നിന്നെ യേശു വിളിക്കുകയോ? നിന്റെ ലഹരികളിൽ നിന്ന്, നിന്റെ പാപപ്രവൃത്തികളിൽ നിന്ന് യേശു നിന്നെ വിടുവിക്കുവാൻ തയ്യാറായി വന്നിട്ടുണ്ട്. നീ യേശുവിലേക്ക് വരിക. എന്റെ കുടുംബത്തിന് സമാധാനമില്ലായിരുന്നു, ഞങ്ങൾ അനാഥകളായിരുന്നു. പക്ഷെ എന്റെ യേശു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എന്റെ യേശു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ
ഇരട്ടിയായി ഇരട്ടിയായി എന്റെ ആയുസ് മടക്കി തന്നു. നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി മടക്കി തന്നു. ആമേൻ. ഇതല്ലേ ആ വിധവയുടെ കുഞ്ഞിനെ യേശു മടക്കി കൊടുത്തത്. ആ രക്തസ്രവ സഹോദരിക്ക് രോഗസൗഖ്യം യേശു നൽകിയത്. ആയതുപോലെ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്നു. ആമേൻ. ഈ രക്ഷകനെ ആർക്ക് വേണോ? ഈ രക്ഷകനെ ആർക്ക് വേണോ? ഇന്ന് രാത്രിയില് യേശു നിന്നെ വിളിക്കുകയോ? യേശു നിന്നെ വിളിക്കുകയോ? ആമേൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും ജീവിച്ചിരിക്കുന്നവർക്ക് അത് ജീവനായി ഭവിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ജീവനായി ഈ പട്ടണത്തിൽ ക്രൂശിന്റെ വചനം കൈമാറുകയാണ്. യേശു നിന്നെ വിളിക്കുകയോ? ഈ രാത്രിയിൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് കടന്നു വരിക. ആമേൻ. ചില തളർ രോഗികളെ യേശു തൊടുമെന്ന് പറയുന്നു. ആമേൻ. ജീസസ്. പ്രിയ വിഷത്തിനെ ജീസസ് അഭിഷത്തിനെ ഈ രാത്രിയിൽ ഈ കുടുംബത്തിലുള്ളവരെ ഫ്രണ്ടിലോട്ട് വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഈ അഭിഷക്തന്മാർ ഒരുമിച്ച് അവരുടെ ശിരസിലേക്ക് ഒന്ന് കരം വെച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ ആത്മാവ് ചില പോരാട്ടങ്ങളെ, ചില പൈശാചിക തലങ്ങളെ ഈ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് അഴിക്കുമെന്ന് പറയുന്നു. ആമേൻ. ജീസസ്. അഭിഷക്തന്മാർ ഒരുമിച്ച് ആമേൻ ചെന്ന് അവരുടെ ശിരസിലേക്ക് ഈ രാത്രികാലം പൈശാചിന്റെ ചില തേർവാഴ്ചകളെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ വെട്ടി മാറ്റുമെന്ന് പറയുന്നു. ജീസസ്. ആമേൻ. ഈ നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് കടന്നു വരിക. നിങ്ങൾക്കായി ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സെക്കൻഡ് വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ പട്ടണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പട്ടണത്തിൽ ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതാകയാൽ ഒരാത്മാവിന്റെ വിലയ്ക്ക് വേണ്ടിയോ തന്റെ അഭിഷേകത്തിലൂടെ ഇപ്രകാരം ഒരു മീറ്റിംഗ് ഈ ദേശത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആത്മാക്കളെ രക്ഷ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾ കാണുവാൻ പോകുകയോ അത് സംഭവിക്കാൻ പോകുകയോ. ആമേൻ. ജീസസ്. യേശു കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. ആഗ്രഹിക്കുന്നവർ മുൻപിലേക്ക് വരിക. ജീസസ്. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ പ്രിയനെ കാണാൻ തേജസ്. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാൽ നീ കണ്ടിടും ദൂതസേനകളെ അവരുടെ നടുവിൽ പ്രിയനെ കാണാൻ
മഞ്ചം തൊട്ടു. അവൻ ചാടി വീണ് എഴുന്നേറ്റു. ആ മകൻ ജീവിച്ചു. അമ്മയ്ക്ക് മകനെ തിരിച്ചു കൊടുത്തപ്പോൾ അമ്മയുടെ കണ്ണുനീര് പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ ഈ മേക്കോളം പഴമരാക്കലുകളുള്ള ദേശത്തിന്റെ മേൽ പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരുന്നതിനായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കഥാവെ പാട്ടിലൂടെ, വചനത്തിലൂടെ, ആരാധനയിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ വിടുതലിന്റെ കരം ദൈവം നീട്ടിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് 12-13 വർഷങ്ങളായി ഈ ഭവനം കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും മരണത്തിന്റെ താഴ്വരകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് രാത്രി വീണ്ടും അവർക്ക് ധൈര്യവും വിടുതലും ദൈവം പൂർണ്ണ ആശ്വാസവും സന്തോഷവും ദൈവം കൊടുത്തതിനായി സ്തോത്രം. ഇതിനേക്കാൾ തകർന്ന് കിടന്നിരുന്ന നശിച്ചു പോകുമെന്ന് ലോകപ്രതിയുടെ സുഭാഷിണിയെ രക്ഷിച്ച് ദൈവം മൈതാക്കി മാറ്റി ആയിരങ്ങൾക്ക് ഇന്ന് പല നാടുകളില് പ്രയോജനമുള്ളവളാക്കി മാറ്റി. ഈ ദേശത്തില്, ഈ പഴമല ദേശത്ത്, മേക്കോണം ദേശത്ത് പ്രത്യേകിച്ച് ജോസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, വീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവങ്ങളുടെ മകളെ ഈ ദേശത്തിൽ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനേക അത്ഭുതങ്ങൾ രാത്രി പല കുടുംബങ്ങളിലും, പല ജീവിതങ്ങളിലും, പല തലമുറകളിലും, ദേശം മുഴുവനും ദൈവം വിടുതൽ അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പലരുടെയും കണ്ണുനീര് ദൈവം ഒപ്പി ആമേൻ കർത്തിപ്പുകൊണ്ട് മകളെ കരയണ്ട, മകനെ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വാസം പകരുന്ന ദൈവം ഈ ദേശത്ത് നെടുകയും കൂടുകയും നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സാത്താന്റെ പോരുകളെ ഉടച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അന്ധകാര ശക്തികളെ ദൈവം തകർത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ കുടുംബത്തിൽ വലിയൊരു വെളിച്ചം, വലിയൊരു സന്തോഷം, വലിയൊരു പ്രത്യാശ കുടുംബക്കാർക്ക്, തലമുറകൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ദൈവം വിളമേലിക്കാൻ സ്തോത്രം. നാഥ, ഞങ്ങളത് കാണട്ടെ, ഞങ്ങളത് മനസ്സിലാക്കട്ടെ, കുടുംബം അനുഭവിക്കട്ടെ, രുചിച്ചറിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വീട്ടുകാരെ, ഓരോ റൂം കാമ്പൗണ്ട് പരിസരങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് വിടുതൽ കൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും, ഈ വചനം കേട്ട എല്ലാവരെയും, ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും, ദൂരങ്ങളിൽ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളാലും നിറച്ച് ആർക്കും ദോഷമോ അപകടങ്ങളോ കണ്ണുനീരോ നിരാശയോ മരണങ്ങളോ ആത്മഹത്യകളോ മദ്യപാനത്തിന്റെ തകർച്ചകളോ പരാജയങ്ങളോ ഒന്നും സംഭവിക്കാതെ വിടുതലിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറഞ്ഞുകൊണ്ട് ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വന്നവർക്ക് വേണ്ടി, വരാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ വിടുതൽ കൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നല്ല, ഇന്ന് മുതൽ വലിയൊരു അത്ഭുതം, വലിയൊരു വിടുതൽ ദേശം കാണട്ടെ, കുടുംബങ്ങൾ കാണട്ടെ. ഇരുളിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടെത്തി. അങ്ങനെ വരവിൽ ദേശത്ത് നിന്ന് അനേക ആയുധങ്ങൾ ഉയർന്നെഴുന്നേൽപ്പ് പ്രാക്കളെ പോലെ പറന്നു വീഴുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കാം. ദൈവദാസിയെ കരങ്ങളെടുത്തതിനായി, ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി, ദീർഘായുസോടെ ബലത്തോടെ കാക്കും. അവരുടെ മകൻ മരിച്ചുപോയി. 27 വയസ്സിൽ ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. ആക്സിഡന്റിൽ മരിച്ചുപോയി. നിലനിൽക്കാൻ കഴിയാതെ തളർന്ന് തകർന്നു പോകുവാനുള്ള രംഗമായിരുന്നു. ലോകം വിധി എഴുതി ഇനി അവൾ രക്ഷപ്പെടുകയില്ല എന്ന് 8ന്റെ അന്ന് മുതൽ വീണ്ടും ബൈബിളുമായിട്ട് ദൈവത്തിന്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ, ഇതുവരെ ശോഭിച്ച് ഉയരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ മൂത്ത മകൻ, കുടുംബം, 2 തലമുറ, ഞങ്ങളെല്ലാത്ത രക്തങ്ങൾ മൂത്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ നന്മകളാലും നിറയ്ക്കണം. വന്നവർ മടങ്ങി പോകുമ്പോൾ കൂടെ ഇരിക്കണം. രാത്രി ഉറങ്ങുമ്പോൾ ദൈവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. മടങ്ങി പോകുമ്പോൾ തന്നെ വിടുതൽ, രോഗശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കട്ടെ. നാളെ പ്രഭാതമാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു പുതിയ സന്തോഷത്തിന്റെ പ്രഭാതമായി എല്ലാവർക്കും ദൈവം മാറ്റണം. മാറാ രോഗങ്ങൾ, തീരാ രോഗങ്ങൾ, രഹസ്യ രോഗങ്ങൾ, പരസ്യ രോഗങ്ങൾ, പൈശാചിക ആഭിചാരം, മന്ത്രപൂജ, കർമ്മ കെട്ടുകൾ സകലത്തെ ഞങ്ങൾ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റി ശുദ്ധീകരിച്ച് വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനത്തോളം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയതിനായി ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ.